എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു 20-കാരി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് അവൾക്ക് ചുറ്റും ഉയരുന്നത്. ഒന്നിനും വ്യക്തമായ ഉത്തരങ്ങളില്ല. എല്ലാ ഉത്തരങ്ങളിലും ദുരൂഹത മാത്രം. കഴുത്തിൽ കയർ മുറുകിയ നിലയിൽ, അർദ്ധനഗ്നയായി, ദേഹമാസകലം ചതവോടെ, കയ്യിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിൽ ഒരു പെൺകുട്ടി സ്വന്തം വീടിനുള്ളിൽ ഇത്തരത്തിൽ കിടക്കുകയാണ്. കഴുത്തിലെ കയർ സ്വയമേ മുറുക്കിയതോ മറ്റാരെങ്കിലും വരിഞ്ഞു കെട്ടിയതോ? അവളെ അർദ്ധനഗ്നയാക്കി അതിക്രൂരമായി പരിക്കേൽപ്പിച്ചത് ആരായിരിക്കും? കയ്യിലെ മുറിഞ്ഞ ഞരമ്പ് അവൾ തന്നെ മുറിച്ചതോ മറ്റാരെങ്കിലും ചെയ്തതോ? അവളോട് ഇത്രയും ക്രൂരതയ്ക്കുള്ള കാരണമെന്ത്? ചോദ്യങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല. ദത്തുപുത്രിയായ മകൾ, പിരിഞ്ഞു നിൽക്കുന്ന അമ്മയും അച്ഛനും, മകൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ, 2021 പോക്സോ കേസ് അതിജീവിത. എല്ലാം കൊണ്ടും ദുരൂഹമാണ് ചോറ്റാനിക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. 3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് 20-കാരി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സംഭവത്തിൽ യുവതിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയോലപ്പറമ്പ് സ്വദേശിയായ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ മർദ്ദനത്തിലാണോ ഗുരുതരമായി പരിക്കേറ്റത് എന്ന് സംശയങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. 25-ാം തീയതി രാത്രി 11 മണിയോടെയാണ് ഇയാൾ ഈ വീട്ടിലേക്ക് കയറി പോകുന്നത് CCTVയിൽ ദൃശ്യമാവുന്നത്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. ഇയാൾ മുൻപേയും മറ്റു കേസുകളിൽ കൂടി പ്രതിയായ വ്യക്തിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു വ്യക്തതയുമില്ല. പെൺകുട്ടിക്ക് തലച്ചോറിന് ഗുരുതരമായ ക്ഷതമാണ് ഏറ്റിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച 26-ാം തീയതി ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിലെ സിറ്റൗട്ടിൽ അർദ്ധനഗ്നയായ നിലയിൽ കുട്ടിയെ ബന്ധുവായ വ്യക്തി കാണുന്നത്. ദത്തുപുത്രിയാണ് പെൺകുട്ടി. നിരന്തരമായ പ്രശ്നങ്ങളെ തുടർന്ന് അമ്മയും അച്ഛനും വേർപിരിഞ്ഞു. അമ്മയും മകളും തമ്മിലുണ്ടായ വാക്കുതർക്കങ്ങളുടെ പേരിൽ അമ്മയും താമസം മാറിയതോടെ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അമ്മയും ബന്ധുക്കളും ഇടയ്ക്കിടയ്ക്ക് വരികയും ഭക്ഷണം നൽകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തങ്ങ് പോകും. കൂടുതൽ സമയവും കുട്ടി ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടാവുക. സംഭവം നടക്കുന്ന 25-നും 26-നും കുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ 26-ന് ഉച്ചയോടെ വീട്ടിൽ വന്ന ബന്ധുവാണ് പെൺകുട്ടിയെ ഗുരുതരമായ അവസ്ഥയിൽ കാണുന്നത്. പെൺകുട്ടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെങ്കിലും പീഡനമൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള നിഗമനം. ഒരു പോക്സോ കേസ് അതിജീവിതയ്ക്കാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റിരിക്കുന്നതെന്നാണ് ദാരുണമായ മറ്റൊരു കാര്യം. 2021 വിദ്യാർത്ഥിയായിരിക്കവെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 4 മാസം മുമ്പ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായിരുന്നു. പോക്സോ കേസിലെ അതിജീവിത, താങ്ങാനാകുന്നതിലുമപ്പുറം വീണ്ടും ഒരു മർദ്ദനം. ദുരൂഹതകൾ ഏറെയാണ്. സംശയനിഴലിലുള്ളത് ആൺസുഹൃത്ത് തന്നെയാണ്. ദാരുണമായ സംഭവത്തിന്റെ ഇരുളു മാറണമെങ്കിൽ അവൾ തന്നെ ഇനി ശബ്ദിക്കണം.